ഞാൻ റെഡിയായി കഴിഞ്ഞു. എൻ്റെ കമ്മൽ എവിടെ? ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഹാഫ് സാരി. അനിയത്തി മമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുക. അവരെ കാണിച്ചു തരാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് ആറ്റുകാൽ അമ്പലത്തിൽ പോയി തൊഴുന്നൊരു ശീലമുണ്ട് എനിക്ക്. അങ്ങനെ മമ്മി നാട്ടിൽ നിന്ന് വന്നു. അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണിത്. പക്ഷേ അമ്പലത്തിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ, അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റിയില്ല. വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, വിശേഷങ്ങൾ ഞാൻ ആദ്യം പോലെ പറയാം. ഷലീന ബൊട്ടിക്കിന്നെടുത്ത ഒരു ധാവണിയാട്ടോ ഇത്. ബ്ലൗസും സ്കേർട്ടും ദുപ്പട്ടയും വേറെ വേറെ ഔട്ട്ഫിറ്റിൻ്റെയാണ്. എനിക്കിങ്ങനെ ഔട്ട്ഫിറ്റ് മാച്ച് ചെയ്തിടാനും പിന്നെ കുറച്ച് ഔട്ട്ഫിറ്റിൽ ഞാൻ കുറച്ച് സ്റ്റൈലിഷാണ് എന്നെനിക്ക് പലരും പറയാറുണ്ട്. ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറങ്ങി തിരിഞ്ഞ് റെഡിയായി വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും സെറ്റായിട്ടായിരിക്കും ഇറങ്ങി വരിക. അങ്ങനെ ഈ സ്കേർട്ടും വേറൊരു ടോപ്പിൻ്റെയാണ്, ഈ ബ്ലൗസ് ഒരു സാരിയുടെയാണ്, ഈ ദുപ്പട്ട വേറൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസിൻ്റെയാണ്. മൂന്നും ഷലീന ബൊട്ടിക്കിൻ്റെ തന്നെയാണ്. സോ ഞാൻ റെഡിയായി. റാണിയും ഹാഫ് സാരിയാണ് കൊടുത്തിരിക്കണേ. ഇതിൻ്റെ ഇവൾ എന്ന് പറയുന്നൊരു ബ്രാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. റാണിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റാണി വളർന്നൊരു വലിയ പെൺകുട്ടിയായി. വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാലും യെസ്, അങ്ങനെ ഞങ്ങൾ രണ്ടും റെഡിയായി. അമ്മയും മോളും ഭയങ്കര ഒരുക്കത്തിലാണ്. ചായ കുടിക്കണം. എനിക്ക് വൈകിട്ട് 4 മണിയാകുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഭയങ്കര തലവേദനയായിരിക്കും എനിക്ക്. അച്ഛൻ ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും, എനിക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. സോ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിക്കണത്. ലെറ്റ്സ് മേക്ക് ടീ. എൻ്റെ കസിൻ സിസ്റ്റർ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ട് വരുവാണ്. മമ്മിയും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ വന്നതാണ്. അപ്പോൾ അവളുടെ വിശേഷങ്ങൾ കുറേ നാളെ അവളെ കണ്ടിട്ടും അവളുടെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ടുമൊക്കെ. അപ്പോൾ അവളോട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ കേട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ്. എൻ്റെ 2 ഫ്രണ്ട്സ് ഇപ്പോൾ വരും. ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവന്മാർ കയറി വരുന്നത്. ഇതെന്താണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇത് സൂരജ്, ഇത് ദേവൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നാൽ നമ്മൾ ഒരുമിച്ച് ആറ്റാല് പോകാൻ പോവാം. സേ ഹായ്. ഇത് ഇവൻ ചെറിയൊരു ഇൻട്രോവേർട്ടാണ്, അതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, പോയിട്ട് വരാം. വൈകിട്ട് മുതലേ ഒരു മഴക്കോളുണ്ടായിരുന്നു. എങ്കിൽ കാറി കയറിയതിന് ശേഷം തുടങ്ങിയ മഴയാണ്. അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ റോഡുകളും പൊങ്കാലയായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. സോ ഭയങ്കര മഴയായി, നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. കൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിൽ. സൂരജിൻ്റെ ഡെയിലി ലൈഫിലൊരു പാട്ടാണ് കേട്ടോ, എന്നും എന്നെ കാണാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ഒടുക്കത്തെ മഴ. ദേവനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ദേവൻ പാരീസിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ആണത്. ദേവൻ പാരീസിലാണ്. ഞാൻ അവനെ ആദ്യമായിട്ടാണ് കേട്ടോ, ഇത്തവണ വരുമ്പോഴാണ് ഞാൻ അവനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണേ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇനി കുറേ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു. പരാജയപ്പെട്ടു ഗൈസ്. വളരെ വലിയ മഴയായിരുന്നു. മഴ ചതിച്ചു. അങ്ങനെ ആറ്റുകാലിൽ പോകാൻ പറ്റിയില്ല. നമ്മൾ കരിക്കകത്ത് വന്നിരിക്കുക. ഞങ്ങൾ വിഷമത്തിലാണ്. നമുക്ക് ആറ്റുകാലിൽ പോകാൻ പറ്റില്ല അല്ലേ മമ്മി? റാണി മമ്മി ആദ്യമായിട്ടാട്ടോ കരിക്കക അമ്പലത്തിൽ വരുന്നത്. ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇപ്പോഴും ഒരുപാട് നാൾക്ക് ശേഷം വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. മമ്മി എവിടെ പോയാലും നെയ്യ് വാങ്ങിക്കും ദേവിക്ക് വെക്കാനായിട്ട്. അങ്ങനെ നെയ്യ് വാങ്ങിച്ചു, നമ്മളകത്ത് വെച്ചു. എന്താ പറയുക, ആറ്റുകാലമ്മ അവിടുന്ന് ആറ്റുകാലിൽ നിന്ന് ഈ രൗദ്രഭാവമൊക്കെ കൊണ്ടതിന് ശേഷം സമാധാനമായിട്ട് വന്നിരുന്ന അമ്പലമാണ് കരിക്കക അമ്പലം. 2 പേരും സെയിം ദേവി തന്നെയാണ്, പക്ഷെ 2 രൂപങ്ങളാണെന്നൊക്കെ പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ തൊഴുതു. പുറത്തിറങ്ങി നല്ല ഉണ്ണിയപ്പം, ഒരുപാട് നല്ല ഉണ്ണിയപ്പം കഴിച്ചിട്ട് അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങി. ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് പോലും ഞാൻ മറന്നു പോയിരിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം. ഉണ്ണിയപ്പം വാങ്ങിച്ചല്ലോ നമ്മൾ. സത്യം പറഞ്ഞാൽ ആറ്റുകാല് പോകാൻ പറ്റാത്തതിന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ കരിക്കകത്ത് വന്ന് ഭയങ്കര നല്ല അമ്പലമാണ് കേട്ടോ. നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ ഭയങ്കര നല്ല അമ്പലമാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെ പോയി തൊഴുതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമൊക്കെ മാറി. മമ്മിക്ക് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും മമ്മിക്ക് ഇടാൻ വേണ്ടി വാട്സപ്പിൽ കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എപ്പോൾ വീഡിയോ എടുത്താലും മമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വഴക്ക് കൊടുക്കുന്നൊരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. നല്ല ഉണ്ണിയപ്പമായിരുന്നു. എന്ത് ടേസ്റ്റായിരുന്നു അറിയോ ഉണ്ണിയപ്പം. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. അങ്ങനെ തിരിച്ച് നമ്മളിതേ എൻ്റെ ഫ്ലാറ്റിലോട്ട് കയറുകയാണ്. പോകാൻ പറ്റിയില്ല, നല്ല വിഷമമുണ്ട്. കാര്യം നാളെ രാവിലെ മമ്മി പോകും. സോ മമ്മിക്ക് അച്ഛൽ തൊഴാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കരിക്കകത്ത് പോയി. മമ്മി ആദ്യമായിട്ട് കരിക്കകത്ത് പോകണം.
കരിക്കകത്ത് പോയി. മമ്മിക്ക് അമ്പലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനിയത്തി ആദ്യമായിട്ടാണ് കരിക്കകത്ത് പോകണം. ഭയങ്കര വലിയ അമ്പലം. ഞാൻ ഒരുപാട് നാളായി പോയിട്ട്. ഉണ്ണിയപ്പം കഴിച്ചു. നല്ല മഴയായിരുന്നു. മമ്മി കൈൻഡ് ഓഫ് ഹാപ്പിയാണ്, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച ഷോക്കായിരിക്കുന്നു, പക്ഷെ കുഴപ്പമില്ല. സോ ഞാൻ പൊങ്കാല ഇടുന്നതിൻ്റെ അന്ന് രാത്രി ആറ്റുകാൽ പോകുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാൻ നടക്കുന്നതായിരിക്കും. സോ ദിസ് വാസ് മൈ ഡേ. ഹാപ്പി ഡേ, ഭക്തിമാർഗമുള്ള ഡേ. ഗുഡ് നൈറ്റ്. ഇത് ഞാൻ റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ കേട്ടോ. കാണാൻ എനിക്ക് നല്ല ഭംഗിയായിട്ട് എനിക്ക് തന്നെ തോന്നിപ്പോയി. അപ്പം നിങ്ങളും ഇതും കൂടെ കണ്ടിട്ട് പോക്കോളൂ കേട്ടോ. ടാറ്റാ. Chica, 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 chica,